തന്ത്രി മഹാബലയം അകത്ത് കൽപ്പിച്ചിരിക്കുന്നതായ നിത്യപൂജ ആണല്ലോ. നിത്യതും എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ എൻ്റെ ദേവന പൂജ ചെയ്യുന്നുണ്ടല്ലോ. അല്ല തന്ത്രി 12 സംക്രമത്തിന് തുറന്നു വെച്ചിരിക്കുന്നതായ സത്യം തന്നെയാണ് തന്ത്രി അല്ലേ. ആയതുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാവലയത്തിൽ ശക്തി പ്രാപിച്ചാലും എൻ്റെ തന്ത്രിയുടെ ഭവനത്തിലാണ് ഞാൻ അല്ലേ. തന്ത്രി എൻ്റെ മുന്നപ്രമാണം ആധാരമായിക്കൊണ്ട് കൈയെടുക്കുന്ന കാലം ചന്ദനത്തിൻ്റെ ഗന്ധം പോലെ എൻ്റെ തന്ത്രിയുടെ കൂടെ ഞാനില്ലേ. ഇല്ല തന്ത്രിയേ അല്ലേ. ഞാനും എൻ്റെ തന്ത്രിയും തമ്മിലുള്ളതായ ഒരു ഗൂഢമായതും നിഗൂഢമായതുമാണല്ലോ തന്ത്രി അല്ലേ. മറ്റാർക്കും ബോധ്യപ്പെടുത്തേണ്ടതല്ലല്ലോ. അതുകൊണ്ട് ഹൃദയം അനുഷ്ഠിച്ചുകൊണ്ട് ശിവഹൃദയം വിഷ്ണുവും വിഷ്ണുഹൃദയം ശിവനും അല്ലേ. ആയതുപോലെ ഞാനും എൻ്റെ തന്ത്രിയും ഇതിനകത്ത് അല്ലേ എൻ്റെ കുന്നപ്പുറത്ത് മാടം ആധാരമായിക്കൊണ്ട് എൻ്റെ 22 കുടുംബാട്ടികൾ തൻ്റെ കുഞ്ഞിലെയും കിടാങ്ങളെയും സംരക്ഷിക്കാൻ അന്ന് ആയുധമെടുത്ത ദേവൻ തന്നെയാണല്ലോ. അതുകൊണ്ട് എപ്പോഴും സർവരക്ഷ ആയിക്കൊണ്ട് ശിവം ശിവകരം ശാന്തം ശിവാത്മാനാം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവൻ തന്നെയാണല്ലോ തന്ത്രി. അതുകൊണ്ട് കുംഭമാസം 15 മുഹൂർത്തത്തിന് മുഖപുലർത്ത് കണ്ടു സ്വീകരിച്ചു കിട്ടും തന്ത്രി. എൻ്റെ തന്ത്രിയില്ലാതെ എനിക്കൊരു വാക്കുണ്ടോ തന്ത്രി ഉണ്ടോ? അകത്ത് എൻ്റെ തന്ത്രി എന്നിരിക്കുന്ന സ്പർശനം കൊണ്ടും കുംഭമാസം 15 എന്നിരിക്കുന്ന മുഹൂർത്തം കൽപ്പിക്കുന്ന കാലം ഈ തിരുമുറ്റത്ത് എന്തുണ്ടെങ്കിലും എൻ്റെ തന്ത്രിയുടെ അനുവാദമില്ല എനിക്ക് ഇല്ല തന്ത്രി. അതുകൊണ്ട് സ്വീകരിക്കാട്ടോ.